നമസ്കാരം. ഇടത് സർക്കാർ വരുത്തിവെച്ച ദൂർത്തിന്റെ പേരിലാണ് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്നത്. ആ തിരിച്ചറിവ് ഇടത് നേതാക്കന്മാർക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും വിഷയത്തിലെ ന്യായീകരണത്തിന് യാതൊരു കുറവുമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നിയമസഭയിൽ പെൻഷൻ എവിടെ സർക്കാർ എന്ന് ചോദിച്ചപ്പോൾ പെൻഷൻ ആരുടെയും അവകാശമല്ല, അത് സർക്കാർ നൽകുന്ന ഔദാര്യമാണ് എന്ന് മറുപടി കിട്ടിയത്. പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു. ഇടത് നേതാക്കൾ 8 നിലയിൽ പൊട്ടി. അതിന്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത് ഈ പെൻഷൻ കുടിശ്ശിക തന്നെയാണ്. എന്നാൽ പെൻഷന്റെ കാര്യത്തിൽ അതേ നിലപാട് തന്നെയാണ് സർക്കാർ തോൽവിക്ക് പിന്നാലെയും ആവർത്തിക്കുന്നത് എന്നതാണ് ആവർത്തിക്കേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിസാരമായി പറയുമ്പോൾ പെൻഷൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള സർക്കാരിന് സ്വന്തം കീശയ്ക്ക് വേണ്ടി മാത്രമേ സമയം കണ്ടെത്താനാകുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ്. ഏകദേശം 900 കോടിയോളം രൂപയാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായി കിടക്കുന്നത്. അതൊന്നും പരിഗണിക്കാതെ ധനമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണം പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നത് ഉറപ്പ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയത് അടിയന്തര സ്വഭാവമുള്ള വിഷയമല്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പക്ഷം. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെയാണ് മന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ജനുവരിയിൽ വിഷയം ചർച്ച ചെയ്തെന്നും പ്രതിപക്ഷം മുതലെടുപ്പ് നടത്തുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങുന്നത് സംബന്ധിച്ചായിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം. ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് നൽകിയിട്ടുള്ള നോട്ടീസ് വാസ്തവത്തിൽ ഒരു അടിയന്തര സ്വഭാവമുള്ള വിഷയമേ അല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ജനുവരി മാസം 29-ാം തീയതി തന്നെ സഭയിൽ വന്നിട്ടുള്ള വിഷയമാണിതെന്നും ഇവിടെ വീണ്ടും അത്തരമൊരു വിഷയം പറയുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്നും ഞാൻ പറഞ്ഞത് അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയമായി ഇതിനെ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നുമാണ് ധനമന്ത്രി പറയുന്നത്. എങ്കിലും കേരളത്തിലും ഏറ്റവും കൂടുതലായി പ്രതിപക്ഷം പറയുന്ന വിഷയം എന്ന നിലയിൽ, അല്ലെങ്കിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന വിഷയം എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. അപ്പോഴും അവരുടെ ഭാഗത്താണ് തെറ്റ്. ഇടത് സർക്കാരിന്റെ ദൂർത്തുകൊണ്ടാണ് ഈ പെൻഷൻ കുടിശ്ശിക വന്നത്. അതൊന്നും ധനമന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പെൻഷൻകാരെ ഓർക്കാൻ പോലും സമയമില്ല. അതേസമയം AKG സെന്ററിൽ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ പെൻഷൻ വിഷയമാണ് എന്നതാണ് വിരോധാഭാസം. ജനങ്ങളെ മറന്ന് ഒരു വിരൽ പോലും അനക്കരുത്. ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പാർട്ടി തോൽക്കുമെന്ന് ആവർത്തിക്കുകയാണ് പാർട്ടി നേതാക്കൾ. അപ്പോഴും തിരുത്തലുകൾക്കൊന്നും തയ്യാറാകാത്തവരാണ് തങ്ങൾ സഖാക്കന്മാരെന്ന് മുഖ്യന് പിന്നാലെ ധനമന്ത്രിയും ആവർത്തിക്കുകയാണ് ഇത്തരം ഒരു മറുപടിയിലൂടെ.